ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം വെക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചവ്വരി ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറിയ സൈസുള്ള ചവ്വരി എടുത്തിട്ടുള്ളത്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിതിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. പിങ്ക് കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചവ്വരി വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം തന്നെ മതി. അപ്പോൾ നന്നായിട്ട് ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റി വെക്കാം. ഇതിൽ എക്സ്ട്രാ വരുന്ന വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ കോൺഫ്ലോറും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ സമയം വേണ്ടുള്ളൂ കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. കുട്ടീസിനൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് കളറിന് പകരമായിട്ട് എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ഏലക്ക നന്നായിട്ടൊന്ന് കുത്തിയിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചൂടായി തുടങ്ങുമ്പോൾ തന്നെ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി നമ്മൾ ഊറ്റി വെച്ചതുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക, ഒട്ടിപ്പിടിക്കുന്ന പോലെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന സമയത്ത് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വിട്ട് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പാല് അത്യാവശ്യം തിക്കായതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ സാധാരണ ഒരു പ്ലേറ്റിലോ ടിഫിൻ ബോക്സിലോ എന്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ 2 തൊട്ട് 3 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാനോർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.